അങ്ങനെ ഉമ്മാലിയായ കഥ ഓർത്തിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ സൂഫി മന്തിയിൽ നിന്നും പാഴ്സൽ തന്ന് പറഞ്ഞു വിട്ട ശേഷം നമ്മൾ നേരെ ചെല്ലുന്നത് സർഗോസ എന്ന കഫേയിലേക്കാണ്. അവിടെ ചായ കുടിക്കുക എന്ന വ്യാജേന ഞങ്ങൾ മുകളിൽ ചെന്നിട്ട് നമ്മുടെ ഉമ്മാലി ടേസ്റ്റ് ചെയ്യായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ നമ്മളത് ടേസ്റ്റ് ചെയ്തു. ആശ്ലിൻ്റെ അഭിപ്രായത്തിൽ അതൊരു വിചലമിച്ച ടേസ്റ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മൊത്തത്തിൽ ഇഷ്ടമായി. അങ്ങനെ ആ പാത്രം പെട്ടെന്ന് കാലിയായി. അങ്ങനെ ഉമ്മാലി വയറ്റിലെത്തിയപ്പോഴാണ് ഗൈസ് നമുക്ക് ആ ഉൾവിളി വരുന്നത്. എന്താണെന്നല്ലേ, നമ്മൾ ഇത്ര നേരം എടുത്ത വീഡിയോസിനൊക്കെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലെ കാരണം നമ്മളവിടുത്തെ ലൈറ്റിങ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ കുറേ കംപ്ലയിൻറ്റ് പറഞ്ഞെങ്കിലും പിന്നീടാണ് ഞങ്ങൾക്ക് ആ രഹസ്യം മനസ്സിലാവുന്നത്. അത് നമ്മുടെ സ്വന്തം ക്യാമറയുടെ പ്രൊട്ടക്ഷൻ കവറായിരുന്നു. ആ പ്രൊട്ടക്ഷൻ കവറിൽ വെള്ളം കയറിയ കാരണമാണ് നമ്മുടെ വീഡിയോസൊക്കെ ക്ലാരിറ്റി കുറഞ്ഞിരുന്നത്. അതെടുത്ത് മാറ്റിയപ്പോൾ നല്ല കിടക്കാച്ചി വീഡിയോസ് ഇതാ വന്നിരിക്കുന്നു. അങ്ങനെ സൂഫി മന്തിയിൽ ഉമ്മാലി സർഗോസയിൽ വന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കൂലേ അവിടുത്തെ ഒരു ഐറ്റം പോലും ഞങ്ങൾ കഴിച്ചില്ല എന്ന്. അങ്ങനെ നിങ്ങൾ ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടും അവർക്കൊരു വിഷമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ അവിടുത്തെ ചീസി ഫ്രഞ്ച് ഫ്രൈസും ഒപ്പം 3 ചായയും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ചീസി ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ട്. സംഭവം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് തന്നതാണെങ്കിലും ഈ മഴയത്ത് അത് കഴിക്കാൻ ഒരു വൈബ് തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ലിപ്സ്റ്റിക് ഇട്ട ചായ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പർ അല്ലേ? അതുപോലെ എൻ്റെ ഫ്രണ്ട് അവിടെ ഫ്രഞ്ച് ഫ്രൈസുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു. അതും എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പർ അല്ലേ? അതുപോലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിടിപ്പിച്ച വീഡിയോ എന്ന് പോലും പറയാത്ത വിധം അഭിനയിക്കുന്നു. അതും എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പർ അല്ലേ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങി. ടാറ്റാ ബൈ ബൈ.